പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. മുമ്പ് വായനയെക്കുറിച്ച് പരിമിതമായ തോതിൽ ഒരാലോചന നിർവഹിച്ചിരുന്നു. അന്വേഷണത്തിൻ്റെ ഈ ലക്കം അൽഗോരിതം വായനയെക്കുറിച്ചുള്ള ഉപരി അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. അതിന് കാരണം അത്രമേൽ വിസ്മയകരമാണ് വായന എന്നുള്ളതാണ്. നമുക്കതിനെ വ്യത്യസ്ത തരത്തിൽ വിശകലനം ചെയ്യാവുന്നതാണ്, വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്നാൽ ആ വിശകലനത്തെയും വ്യാഖ്യാനത്തെയും ഒക്കെ അപ്രസക്തമാക്കുമാറ് വായനക്ക് സ്വതന്ത്രമായ, അതിൻ്റേതു മാത്രമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. പക്ഷേ ആ ജീവിതത്തിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വായനയെക്കുറിച്ചുള്ള ഈ രണ്ടാമത്തെ ആലോചനക്ക് അടിസ്ഥാനമായി ആദ്യം സ്വീകരിക്കുന്നത് ഒരുപക്ഷെ അത് ഒരാവർത്തനമാകുമോ? പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ആവർത്തനമാകില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എഴുതിയ ഏറ്റവും ചെറിയ തലക്കെട്ട് ഓർത്തെടുത്താൽ അത് മലയാളം വാക്യമല്ല. മലയാളത്തിലല്ലാത്ത ഒരു ചെറിയ തലക്കെട്ട്, അതും വായനയെക്കുറിച്ച് എൻ്റെ പ്രബന്ധത്തിന് ഞാൻ നൽകിയിട്ടുള്ളത് ഇഖ്റ എന്നാണ്. അതിനു മുമ്പോ പിമ്പോ ഈ വിധമുള്ള ഒരു തലക്കെട്ട് നൽകുകയുണ്ടായിട്ടില്ല. പലപ്പോഴും ഞാൻ നൽകുന്ന തലക്കെട്ടുകൾ കുറേ കൂടി ദീർഘമാണ്. ഉദാഹരണമായിട്ട് യുദ്ധപശ്ചാത്തലത്തിൽ എഴുതിയ ഒരു തലക്കെട്ട് സമാധാനം സമാധാനം സമാധാനം. ചില സുഹൃത്തുക്കൾ ചോദിച്ചു, ഒരു സമാധാനം പോരാ, അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന ആശങ്കയിൽ നിന്നാണ്. എന്നാൽ പിന്നെ 3 പ്രത്യേകിച്ചൊരു മാന്ത്രിക സിദ്ധിയും ഇല്ലാത്തതിനാൽ 4 ആയിക്കൂടെ, ആകാവുന്നതാണ്. പക്ഷേ 3 എഴുതി 2 കൊത്തിട്ടാൽ അത് 4, 5, 6, 7, 8 എത്ര വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്ന ഉത്കണ്ഠകൾ, നമ്മുടെ കാലം ഉൽപ്പാദിപ്പിക്കുന്ന സംഘർഷങ്ങൾ ഉൾക്കൊള്ളാൻ അത് മതിയാകും. അതുകൊണ്ട് കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇഖ്റ എന്ന എൻ്റെ പ്രബന്ധത്തിലെ ഞാൻ വിചാരിക്കുന്നു വായനയെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നതും, എന്നാൽ എൻ്റെ ഇടപെടൽ കോളത്തിൽ, മാധ്യമം വാരാന്ത പതിപ്പിലെ എൻ്റെ ഇടപെടൽ കോളത്തിൽ വന്നതിനെ തുടർന്ന് ചെറിയ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും അർഹിക്കുന്ന ഒരു സംവാദം അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് വായനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദം നടക്കേണ്ട ഒന്നാണ് ആ പ്രബന്ധമെന്ന് കരുതുന്നതുകൊണ്ട് സംവാദത്തിനുള്ള ഒരു അവതരണം എന്ന അർത്ഥത്തിൽ ഈ പ്രബന്ധത്തിലെ, വിശദമായ പ്രബന്ധത്തിലെ ആദ്യ ഭാഗം ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതിലെ ആശയങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിനേക്കാൾ പ്രസക്തമാകും ആ വായന എന്ന് കരുതുന്നത് കൊണ്ട് ആ വായനയിൽ തുടങ്ങി പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നാണ് കരുതുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ലേഖനത്തിൻ്റെ തലവാചകം ഇഖ്റ. ഈ പ്രബന്ധം തുടങ്ങുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി കൽപ്പറ്റ നാരായണൻ്റെ ഒരു കവിതയോടുകൂടിയാണ്. ആ കവിത ഇങ്ങനെ: നബിയെ, അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു. ശരിയായിരിക്കാം, സാക്ഷരൻ അക്ഷരങ്ങളോളമേ ഉള്ളൂ. എഴുതപ്പെട്ടതല്ലാതെ വായിക്കാനാവുമോ അയാൾക്ക്? അങ്ങ് വായിച്ചതെല്ലാം മുമ്പാരും എഴുതാത്തത്. ഈ കവിത 5-6 വരികളുള്ള ഒരു ചെറിയ കവിത. ആ കവിത തുടങ്ങുന്നത് നബിയെ, അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു. ശരിയായിരിക്കാം, സാക്ഷരൻ
അക്ഷരങ്ങളോളമേയുള്ളൂ. നമ്മുടെ വായനയെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ചും അക്ഷരവായനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കവിതയിൽ അടുത്ത വരി എഴുതപ്പെട്ടതല്ലാതെ വായിക്കാനാവുമോ അയാൾക്ക്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ അങ്ങ് വായിച്ചതെല്ലാം മുമ്പാരും എഴുതാത്തത്. ഈ കവിത അടിസ്ഥാനമാക്കി വായനയെക്കുറിച്ചുള്ള പ്രാഥമികമായുള്ള ഒരു വിവരണം, പക്ഷെ ആ പ്രാഥമികമായ വിവരണമാണെങ്കിലും വായനയുടെ എല്ലാം അടിസ്ഥാനമായ, സൗകര്യത്തിന് വേണ്ടി നമുക്കതിനെ മഹാവായന എന്ന് വിളിക്കാമെങ്കിൽ ആ മഹാവായനയുടെ പാസ്വേഡ് ഇഖ്റ എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രസ്തുത ഭാഗം, എൻ്റെ പ്രബന്ധത്തിലെ പ്രസ്തുത ഭാഗം ഞാൻ ഇവിടെ വായിക്കുകയാണ്. പ്രപഞ്ചമാനമുള്ള മഹാവായനയിലേക്ക് മതാത്മകമായും മതരഹിതമായും പ്രവേശിക്കാനുള്ള അർത്ഥഭാരമേറെയുള്ള അറബി താക്കോൽ വാക്കാണ് വായിക്കുക എന്നർത്ഥമുള്ള ഇഖ്റ. പ്രവാചകത്വത്തിൻ്റെ പ്രകാശലോകങ്ങളിലേക്ക് മുഹമ്മദ് നബി പറന്നുയർന്നത് പ്രപഞ്ചവായനക്കുള്ള ആ വിസ്മയത്താക്കോൽ ജിബ്രീൽ മാലാഖയിൽ നിന്ന് ഏറെ പരിഭ്രമിച്ച് സ്വീകരിച്ചതിന് ശേഷമാണ്. അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് അപരിചിതനായ ഒരാൾ വന്ന് വായിക്കാനേ അറിയാത്ത ഒരാളോട് വായിക്കാൻ ആജ്ഞാപിക്കുമ്പോഴുള്ള ആ അസ്വസ്ഥതയും അമ്പരപ്പും അത്ഭുതവുമാണ് മുഹമ്മദ് നബി എന്നതുപോലെ സർവ്വ മനുഷ്യരെയും ഒരു വിധമല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വായനയിലേക്ക് മറിച്ചിടുന്നത്. വായനശാലയിൽ പോയി പുസ്തകം കയ്യിലെടുത്ത് സാക്ഷരരായ മനുഷ്യർ അത് മറിച്ചു നോക്കുന്നതും വായിക്കുന്നതും നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ അക്ഷരമറിയാത്ത ഒരാൾ ഒരു പുസ്തകവും കാണാതെ പ്രപഞ്ചങ്ങളെ വായിക്കുന്നത് സാധാരണ വായനയെയും സാമാന്യ യുക്തിയെയും ആഴത്തിൽ അസ്വസ്ഥപ്പെടുത്തും വിധം സർഗാത്മകമാണ്. പർവ്വതങ്ങൾ, കടലുകൾ, താഴ്വരകൾ, പലജാതി വൃക്ഷജന്തു മനുഷ്യജാലങ്ങൾ എന്നിവയുടെ ഒക്കെ താളുകൾ മറിച്ചിട്ടുകൊണ്ട് കരയിലും മറുകരയിലും ഒരു സാഹസിക യാത്രക്കൊരുങ്ങാനാണ് മണ്ണുമനുഷ്യരോട് അഗ്നിമാലാക ആവശ്യപ്പെടുന്നത്. അകം വെന്ത് വിയർപ്പൊഴുക്കിയ ആ മഹാവായനയുടെ മുരട്ടിൽ നിന്നാണ് മറ്റു വായനകളൊക്കെയും കാലാന്തരത്തിൽ മുളപൊട്ടിയത്. അപാരമായ പദാർത്ഥ പരപ്പിനു മുമ്പിൽ പകച്ച് അനന്തതയെ അഭിമുഖീകരിച്ച ആദിമർ എന്ന് വിളിക്കാവുന്ന അതിപ്രാചീന കാലത്ത് ജീവിച്ച നമ്മുടെ മുൻഗാമികളെ മറന്ന് മറ്റൊരു തരം വായനയെയും കുറിച്ച് ആലോചിക്കാനാവില്ല. ആലോചിക്കുന്നതോറും കുരുക്ക് മുറുകുന്ന ഒരഴിയാ കുരുക്കിനെയാണ് മറ്റെന്തുമെന്ന പോലെ വായനയും ദൃശ്യപ്പെടുത്തുന്നത്. എന്നാൽ അതിനെ മറ്റെല്ലാ കാര്യങ്ങളെ എന്ന പോലെ ചരിത്രത്തിലേക്ക്, മാറി വരുന്ന സന്ദർഭങ്ങളിലേക്ക്, വിവിധ കാലങ്ങളിൽ മനുഷ്യർ നിർവഹിക്കുന്ന നാനാതരം ഇടപെടലുകളിലേക്ക് തുറന്നിടാൻ കഴിഞ്ഞാൽ ഒരു കടുംവെട്ടും കൂടാതെ ആ അഴിയാക്കുരുക്കും അഴിഞ്ഞു കിട്ടും. വായനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ ഈ രണ്ടാം ഭാഗം ഞാൻ മുമ്പേ വ്യക്തമാക്കിയ പോലെ വായനയുടെയും വായനയായ മഹാവായനയുടെ, ആ മഹാവായനയുടെ ഒരു ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപക്ഷെ വായനയെക്കുറിച്ച് നാം നിരന്തരം പറഞ്ഞു പോരുന്ന മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷ് വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞത് അതിന്ന് ഒരു പുതു ചൊല്ലായി മാറിയിട്ടുണ്ട്. ആ ചൊല്ല് പ്രസക്തമാണ്. പക്ഷേ അക്ഷരവായനയുടെ ഒരു ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ആ നിലയിൽ മാത്രമായി നമുക്കതിനെ ചുരുക്കി കാണണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ തന്നെയും പ്രാഥമികമായി അക്ഷരവായനയുടെ ലോകത്തെ അഭിമുഖീകരിക്കുന്ന ആ ചൊല്ലിലൊക്കെ കവിഞ്ഞ് തുളുമ്പുന്ന മറ്റൊരു വിസ്തൃതമായ, അഗാധമായ, വൈവിധ്യപൂർണമായ, വൈചിത്ര്യനിർഭരമായ, ചൈതന്യസാന്ദ്രമായ, ഏതേത് വാക്കുകൾ കൊണ്ടും വിവരിച്ചാൽ അപര്യാപ്തമാകുന്ന ഒരു മഹാവായനയുടെ ലോകത്തിലേക്ക്, ആ ലോകമാണ് നേരത്തെ പരാമർശിച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റെല്ലാ വായനകളും
മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്രകൃതി വായനയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. സത്യത്തിൽ പ്രകൃതി വായനക്കും അപ്പുറമുള്ള ഒരു പ്രപഞ്ച വായനയുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി മലയാളത്തിലെ ഒരു കവിതയിലൂടെ കടന്നുപോകാൻ ഈ സന്ദർഭം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ആ കവിത ഒരുപക്ഷെ പലർക്കും പരിചയമായിരിക്കാം. മലയാളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ സർഗപ്രതിഭ PA നാസിമുദ്ദീൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം സർഗാത്മകതയുടെ പലതരത്തിലുള്ള അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയ മലയാളത്തിലെ ഒരു മാസ്റ്റർ ജീനിയസാണ്. അദ്ദേഹത്തിൻ്റെ കല്ല് എന്ന കവിതയാണ് വായനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വിശകലനത്തിൻ്റെ തുടർച്ചയിൽ അവതരിപ്പിക്കുന്നത്. കല്ല് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, വായന സത്യത്തിൽ ചിഹ്നങ്ങളുടെ ലോകത്തിൽ നടക്കുന്ന സങ്കീർണമായൊരു പ്രവർത്തനമാണ്. ചിഹ്നം അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് അതൊരു വാക്കാവാം, അതൊരു വാക്യമാവാം, അതൊരു പ്രതീകമാകാം, അതൊരു രൂപകമാകാം, അതൊരു പ്രതിനിധാനമാകാം, എന്തുമാകാം. ഭാഷയിൽ സാധ്യമാകുന്ന സകലമാന ആശയവിനിമയ അവസ്ഥകളെയും സംഗ്രഹിക്കുന്ന ഒരു വാക്കെന്ന അർത്ഥത്തിലാണ് സൈൻ അഥവാ ചിഹ്നം. വൊളോസിനോവ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ജീവിക്കുന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾക്കിടയിലാണ്. ഉദാഹരണമായിട്ട് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണും നമ്മുടെ തലക്കുമുകളിലെ ആകാശവും നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റും ദാഹം തീർക്കുന്ന വെള്ളവും പുഴയും കടലും എല്ലാം എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. നാം ജീവിക്കുന്നത് പ്രകൃതി പശ്ചാത്തലത്തിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, അതും നമുക്ക് ഉറപ്പായി പരിചയമുള്ളതാണ്, നാം ജീവിക്കുന്നത് ഉൽപ്പാദന ഉപകരണങ്ങളുടെ ഒരു ലോകത്തിലാണ്. പലതരത്തിലുള്ള ഉപകരണങ്ങൾ. പ്രാചീന ശിലായുഗത്തിൽ കല്ലുകൊണ്ട്, നവീന ശിലായുഗത്തിൽ ആ കല്ല് കുറേ കൂടി പരിഷ്കരിച്ചുകൊണ്ട്, ലോഹയുഗത്തിൽ ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള, നമ്മുടെ ആധുനിക കാലത്ത് പലതരത്തിലുള്ള വിപുലപ്പെട്ട ഉപകരണങ്ങൾ. അതുകൊണ്ട് പ്രകൃതി പ്രതിഭാസങ്ങളോടൊപ്പം ഉൽപ്പാദന ഉപകരണങ്ങളോടൊപ്പം, പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് മൂന്നാമതൊരു കാര്യം കൂടി അനിവാര്യമാണ്, ഉപഭോഗ വസ്തുക്കൾ. അത് നമുക്കറിയാം. അത് നമ്മൾ തിന്നുന്ന, കുടിക്കുന്ന, ധരിക്കുന്ന എല്ലാം, നമ്മളെന്താണോ ഉപഭോഗം നടത്തുന്നത് അതൊക്കെ അടങ്ങിയ അപ്പം, എന്തും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, പ്രകൃതി പ്രതിഭാസങ്ങളോടൊപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഉൽപ്പാദന ഉപകരണത്തോടൊപ്പം, ഉപഭോഗ വസ്തുക്കളോടൊപ്പം ചിഹ്നങ്ങളുടെ ലോകത്തു കൂടിയാണ് നാം ജീവിക്കുന്നത്. മാത്രമല്ല, ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രകൃതി പ്രതിഭാസവും ഉൽപ്പാദന ഉപകരണങ്ങളും ഉപഭോഗ വസ്തുക്കളും ചിഹ്നമായി തീരും. ഉദാഹരണമായിട്ട് അരിവാൾ എന്നുള്ളത് ഒരു ഉൽപ്പാദന ഉപകരണമാണ്, പക്ഷേ അതൊരു ചിഹ്നമാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടയാളമാകുമ്പോൾ അത് ഉൽപ്പാദന ഉപകരണം എന്ന പരിമിതമായ അർത്ഥത്തിലല്ല, മറിച്ച് അതൊരു ചിഹ്നം എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഉപഭോഗ വസ്തുക്കൾക്കും ചിഹ്നമാവാൻ കഴിയും, പ്രകൃതി പ്രതിഭാസങ്ങൾക്കും ചിഹ്നമാവാൻ കഴിയും, എന്തിനും ഏതിനും ചിഹ്നമാവാൻ കഴിയും. ഞാൻ ഇത്രയും പറയുന്നത് PA നാസിമുദ്ദീൻ്റെ കല്ല് എന്ന കവിതയിലേക്ക് കടക്കുമ്പോൾ, കല്ല് പ്രകൃതി പ്രതിഭാസമാണ്. അത് പ്രാചീന ശിലായുഗത്തിൽ ഒരു ഉൽപ്പാദന ഉപകരണമാണ്. അത് പട്ടിണിയുടെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന മനുഷ്യർ ചിലപ്പോൾ പൊടിച്ച് തിന്നു എന്ന് തന്നെ വരും. അപ്പോൾ അതൊരു ഉപഭോഗ വസ്തുവാണ്. എന്നാൽ പ്രകൃതി പ്രതിഭാസത്തിൽ ഉൾപ്പെട്ട, ഉൽപ്പാദന ഉപകരണത്തിൽ ഉൾപ്പെട്ട, ഉപഭോഗ വസ്തുവിൽ ഉൾപ്പെട്ട ഒരു കല്ലിന്
ചിഹ്ന വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ അതൊരു കവിതയാകും. P.N. നാസിമുദ്ദീൻ്റെ കല്ല്. അതേക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരിക്കൽ തിരൂരിലേക്കാണെന്ന് തോന്നുന്നു, ഒരു 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കവിതകളും സത്യത്തിൽ എനിക്കിഷ്ടമാണ്. പക്ഷെ അതിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കവിത എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തോട് കല്ലിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞത്, KN, അതെനിക്ക് ഭ്രാന്തുണ്ടായ സമയത്ത് ഞാൻ എഴുതിയ കവിതയാണ്. ഭ്രാന്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഭ്രാന്ത് വന്നിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി, അതാണ് കല്ല്. പക്ഷേ വായനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മലയാളത്തിൽ ഒരു കാരണവശാലും മാറ്റിവെക്കാനാവാത്ത ഒരു വലിയ കവിതയാണ് കല്ല് എന്ന P.N. നാസിമുദ്ദീൻ്റെ കവിത. ആ കവിത ആരംഭിക്കുന്നത്, പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ ഒരു മാസിക തേടി ഞാൻ പീടികയെല്ലാം കയറി. മാസിക കിട്ടാതെ വഴിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കീശയിലിട്ടു. വീട്ടിലെത്തിയ ഉടനെ ഞാനത് നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. കവിതയുടെ ഈ തുടക്കം തന്നെ വലിയ സംഭ്രമമുണ്ടാക്കുന്നതാണ്. കാരണം കവിത തുടങ്ങുന്നത്, പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ ഒരു മാസിക തേടി പീടികയെല്ലാം കയറി, മാസിക കിട്ടാതെ വഴിയിൽ നിന്നൊരു കല്ലെടുത്ത് കീശയിലിട്ടു. വീട്ടിലെത്തിയ ഉടനെ അത് നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. പരിചിതമായത് പുസ്തകം വായനയാണ്, മാസികയുടെ വായനയാണ്. പട്ടണം എന്ന് പറയുമ്പോൾ, നഗരം എന്ന് പറയുമ്പോൾ, കക്കാടിൻ്റെ ഉൾപ്പെടെ മലയാളത്തിലെ പല കവികളുടെയും കവിതകളിൽ നഗരം ഒരു നരകമായി മാറുന്ന അവസ്ഥ. ആ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ, പട്ടണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോരുന്നത് എന്തും വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ പീടികയൊക്കെ കയറിയിട്ടും ഒരു മാസിക വാങ്ങാൻ കിട്ടിയില്ല. ഇത് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വിപൽക്കരമായൊരു സന്ദേശമായിരിക്കുമോ? വായനയിൽ തന്നെ വരുന്ന മറ്റൊരു വിപ്ലവമായി തീരുമോ? പ്രസിദ്ധീകരണങ്ങൾ, അച്ചടി പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളുമെല്ലാം അപ്രത്യക്ഷമാകുന്ന ഒരു ഭാവി കാലത്തെക്കുറിച്ചുള്ള മുൻകൂർ സൂചനയായിരിക്കുമോ? നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അതല്ല ഈ കവിതയുടെ കേന്ദ്രഭാവുകത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. കേന്ദ്രഭാവുകത്വം മാസിക കിട്ടാതെ ഒരു കല്ലെടുത്ത് കീശയിലിട്ടു. വീട്ടിലെത്തിയ ഉടനെ ആ കല്ല് നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. പേരറിയാത്ത അനേകം പേരുടെ കാൽപ്പാടുകൾ, ഒരു ജ്ഞാനിയുടെ, ഒരു ജിപ്സിയുടെ. ഞാനതിനെ തൊട്ട ആദ്യത്തെ വിനാഴിക, മുമ്പേ പോയ പാദങ്ങളിലെ ഇളഞ്ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ മുകളിലോട്ട് പടർന്നു. ഒരു കല്ലാണ്. പക്ഷെ ആ കല്ല് വെറും കല്ലല്ല, അത് ചരിത്രമാണ്. അത് ചിഹ്നമായി മാറിയ ഭാഷയിലെ ഒരു മഹാസാന്നിധ്യമാണ്. ഞാനതിനെ തൊട്ട ആദ്യത്തെ വിനാഴിക, മുമ്പേ പോയ, എത്രയെത്രയോ മനുഷ്യർ ചവിട്ടി മരിച്ച് കടന്നുപോയ ആ ചവിട്ടി മരിച്ച അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ആ കല്ല്. ആരൊക്കെയാണ് ആ കല്ലിനെ ചവിട്ടി മരിച്ച് കടന്നുപോയിട്ടുണ്ടാവുക? ഒരു ജ്ഞാനി, ഒരു ജിപ്സി അവിടെ നിൽക്കില്ല. എത്രയെത്രയോ മനുഷ്യർ പലതരം തിരക്കുകളുമായി കടന്നു പോകുമ്പോൾ ആ കല്ല്, അതുപോലെ നിരവധി കല്ലുകൾ ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷെ കവിതയിൽ അതൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഞാനതിനെ തൊട്ട ആദ്യത്തെ വിനാഴിക, മുമ്പേ പോയ പാദങ്ങളിലെ ഇളഞ്ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ മുകളിലേക്കുയർന്നു. ആദിയിൽ ഭൂമിയുടെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ആഴത്തിൻ്റെ പുളപ്പും പേറി ഒളിച്ചോടി ഇരുട്ടും വെളിച്ചവും കുടിച്ചു കുടിച്ചു മടുത്ത ആ കല്ല്, കൊച്ചു കല്ല് എന്നെ എവിടെയൊക്കെയോ നയിച്ചു. ഒരു കല്ല്, വെറും കല്ല്, ജീവിതത്തിൻ്റെ നാനാ വഴികളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുകയാണ്. എങ്ങും മുട്ടാത്ത കബളിപ്പിക്കുന്ന പാതകളും
എവിടെയെത്താത്ത വഴിപോക്കരും എൻ്റെ യാത്രയിൽ നിറഞ്ഞു. പെട്ടെന്ന് നോക്കുന്നവനെയും പശ്ചാത്തലത്തിൽപ്പെടുത്തുന്ന ഒരു ഭ്രമാത്മക ചിത്രം പോലെ പ്രപഞ്ചം എനിക്ക് ചുറ്റും നിന്ന ഒരു നിമിഷം ഞാൻ ആ കല്ലെടുത്ത് ജനവാതിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. സത്യത്തിൽ ഈ കവിത മാത്രമായി ഒരു എപ്പിസോഡ് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് പകരം ഞാനിവിടെ നിർവഹിക്കാൻ ശ്രമിക്കുന്നത് ഒരു കല്ല്, ഒരു കമ്പ്, ഒരു നോട്ടം, ഒരു സ്പർശം, ഒരു രുചി ഉൾപ്പെടെ എന്തും ഏതും ചിഹ്നമായിത്തീരുന്നതോടെ അതിന് സംഭവിക്കുന്ന, നമ്മുടെ പ്രവചനങ്ങളെയൊക്കെ പൊളിക്കുന്ന, നമ്മുടെ ഫ്രെയിമിനെയൊക്കെ പൊളിക്കുന്ന അതിൻ്റെ ഭീമാകാരമായ വളർച്ച. ഇവിടെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് നോക്കുന്നവനെയും പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഭ്രമാത്മക ചിത്രം പോലെ പ്രപഞ്ചം എനിക്ക് ചുറ്റും നിന്ന ഒരു നിമിഷം ഞാൻ ആ കല്ലെടുത്ത് ജനവാതിലൂടെ പുറത്തെറിഞ്ഞു. സത്യത്തിൽ പ്രപഞ്ചം നമുക്ക് ചുറ്റും നിൽക്കുന്ന ആ നിമിഷം സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഹ്രസ്വമായ, ഇന്നത്തെ ആധുനിക ഭാഷ ഉപയോഗിച്ചാൽ നാനോ എന്ന് വിളിക്കാവുന്ന അതിസൂക്ഷ്മം, ഇൻഫിനിറ്റസ്മിയൽ ആയ സമയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ മാത്രയാണ്. ആ ഒരൊറ്റ സൂക്ഷ്മ മാത്രയിൽ പ്രപഞ്ചം എനിക്ക് ചുറ്റും നിന്നപ്പോൾ ഞാൻ ആ കല്ലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. തുടക്കത്തിൽ മാസിക കിട്ടാതെ ഒരു കല്ലെടുത്ത് കീശയിലിട്ടു. ഒടുവിൽ ഒരു പ്രപഞ്ച കാഴ്ചയിലേക്ക്. അതൊരു നിമിഷ നേരമാണെങ്കിൽ ഒരു നിമിഷ നേരം അതുണ്ടാക്കുന്ന അസാധാരണമായ നിർവൃതിയുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതില്ല. ഞാൻ ആ കല്ലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ കവിത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കവിതയും സമമല്ല. അതായത് ഒന്നുക്കൊന്ന് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനാവാത്തതാണ് സത്യത്തിൽ നമ്മെ പിടിച്ചു കുലുക്കുന്ന കവിതകളെല്ലാം. ഞാൻ പറഞ്ഞു വരുന്നത് വായനയെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകൾ പൊളിക്കപ്പെടുമ്പോഴാണ് സത്യത്തിൽ വായന അതിൻ്റെ ശരാശരിയിൽ നിന്ന് ആ ശരാശരിക്ക് സാധാരണഗതിയിൽ സ്പർശിക്കാനാവാത്ത മഹാശരികളിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് വായനയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ ശരാശരി വായനയുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ രണ്ടാമത്തെ ഈ എപ്പിസോഡിൽ വായനയുടെ മഹാശരികളുടെ അത്യുന്നതമായ ലോകങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് പരിമിതമായി ശ്രമിച്ചത്. ഇത് അവസാനിപ്പിക്കുന്നത് സച്ചിദാനന്ദ മാഷിൻ്റെ പുസ്തകങ്ങളും മനുഷ്യരും എന്ന ശ്രദ്ധേയമായ മറ്റൊരു കവിതയെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ആ കവിത തുടങ്ങുന്നത് ഒരുപക്ഷെ അതും അത്ഭുതപ്പെടുത്തുന്നതാണ്. പുസ്തകങ്ങളുടെ വിലയറിയാൻ ഒരു പരീക്ഷണത്തിലേർപ്പെട്ട ഒരു രത്നവ്യാപാരി, ആസ്തികൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വ്യാപരിക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുടെ ഒരു ലോകത്തിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് ഒരുപക്ഷെ സ്വകാര്യമായി അയാളുടെ ഒരു അഹന്ത എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയുള്ളത് രത്നങ്ങളാണ് എന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ വിലയറിയാൻ അയാൾ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം തൻ്റെ തുലാസിൻ്റെ വലതുതട്ടിൽ പുസ്തകങ്ങൾ വെച്ചു, ഇടതുതട്ടിൽ സ്വർണങ്ങളും വെച്ചു. അത്ഭുതം! പുസ്തകം വെച്ച തട്ട് താഴ്ന്നു നിന്നു. വ്യാപാരി അമ്പരന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും തൂക്കക്കട്ടികളും തുലാസിൻ്റെ ഇടത്തെ തട്ടിൽ, പക്ഷെ അപ്പോഴും പുസ്തകം വെച്ച വലത്തെ തട്ട്
താഴ്ന്നുകൊണ്ടേയിരുന്നു. പരിഭ്രാന്തനായ രത്നവ്യാപാരി ഇനി തൻ്റെ ഭാര്യയെ കൂടി പണയം വെക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ ആ രത്നവ്യാപാരിയുടെ കണ്ണിൽ ഒന്നിനും കൊള്ളാത്ത അയാളുടെ ഭൃത്യനായ ഒരു കറുത്ത് കരുവാളിച്ച് അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യൻ അയാളോട് പറഞ്ഞു, സ്വാമിൻ, ഞാൻ കറുത്തവൻ, അങ്ങയുടെ കണ്ണിൽ കൊള്ളരുതാത്തവൻ, പക്ഷേ തുലാസിൻ്റെ ഇടതു തട്ടിൽ ഞാൻ കയറി നിൽക്കാം. അങ്ങ് രത്നങ്ങളും മറ്റെല്ലാ തൂക്കക്കെട്ടികളും എടുത്തു മാറ്റുക. രത്നവ്യാപാരിക്ക് ഒട്ടും സമ്മതമായില്ല. കാരണം അവൻ്റെ കറുത്ത് കരുവാളിച്ച ശരീരത്തിലേക്കും കുഴിഞ്ഞ കണ്ണുകളിലേക്കും ക്ഷീണിച്ച അവസ്ഥയിലേക്കും ഒക്കെ നോക്കി. പക്ഷേ തൻ്റെ മുമ്പിൽ മറ്റു മാർഗമില്ല. അല്ലെങ്കിൽ ഇനി താൻ തൻ്റെ പങ്കാളിയെയും തന്നെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ എന്ന പരിഭ്രാന്തിയിലൊടുവിൽ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ആ ഭൃത്യൻ്റെ ജൽപ്പനം ഈ രത്നവ്യാപാരിയുടെ ഭാഷയിൽ പരീക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ രത്നവും തൂക്കക്കട്ടിയും എല്ലാം എടുത്തു മാറ്റി തുലാസിൻ്റെ ഇടത്തെ തട്ടിൽ ഭൃത്യൻ കയറിയിരുന്നു. അത്ഭുതത്തിനുമേൽ അത്ഭുതം. അതാ ഭൃത്യനിരുന്ന തട്ട് താഴുന്നു, പുസ്തകമിരുന്ന തട്ട് പൊങ്ങുന്നു. ഉത്തരം കിട്ടാതെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ അന്തം വിട്ടു നിന്ന തൻ്റെ യജമാനനോട് ആ ഭൃത്യൻ പറഞ്ഞു, യജമാനൻ, എനിക്ക് പണമില്ല, പ്രതാപമില്ല, ഞാൻ ആരുമല്ല. പക്ഷേ എനിക്കൊന്നറിയാം. അത് പച്ചപ്പ് മുഴുവൻ വറ്റിപ്പോയ ഈ ഇലകളിൽ ഇരുമ്പ് കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകങ്ങളെക്കാളും ഏറ്റവും വലുതാണ് അധ്വാനിക്കുന്ന മനുഷ്യൻ. സച്ചിദാനന്ദ മാഷ്ടെ പുസ്തകങ്ങളും മനുഷ്യരും എന്ന കവിതയിലെ ആ ഭാഗം വായിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ പറഞ്ഞു, സ്വാമിൻ, ഇവൻ വെറുമൊരടിമയാണ്. പണവും വരാഹനും തിരിച്ചറിയാത്തവൻ, ബ്രഹ്മവും വേദവുമില്ലാത്തവൻ. എങ്കിലും ഇവനൊന്നറിയാം, ഈ ഗ്രന്ഥങ്ങളെല്ലാം നേരത്തെ ഞാൻ പരാമർശിച്ചു, പച്ചപ്പ് മുഴുവൻ വറ്റിപ്പോയ ഇലകളിൽ അലിവില്ലാത്ത ഇരുമ്പ് കൊണ്ടെഴുതപ്പെട്ട ജഡവസ്തുക്കളാണ്. മനുഷ്യൻ്റെ ജീവനുള്ള കൈകളും ആ കൈകൾക്ക് പിന്നിൽ തുടിക്കുന്ന ഹൃദയവും ചിന്തിക്കുന്ന തലയുമില്ലെങ്കിൽ ഇവയ്ക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല. എന്നെപ്പോലെ ചിരിക്കാനോ കരയാനോ ഒന്ന് നെടുവീർപ്പിടാൻ പോലുമോ ഇവയ്ക്കാവില്ല. പെണ്ണിൻ്റെ കരസ്പർശങ്ങളിൽ ഇവ പുളകം കൊള്ളുകയില്ല. കുഞ്ഞിൻ്റെ ചിരി കണ്ടാൽ തുള്ളിച്ചാടുകയില്ല. ലോകം മുഴുവൻ മാറ്റിമറിക്കുന്ന അധ്വാനിക്കുന്ന കൈകളോ, സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന കണ്ണുകളോ, സന്ദർഭത്തിനുയരുന്ന മനസ്സോ ഇവയ്ക്കില്ല. ഇന്ദ്രിയവും വികാരവുമില്ലാത്ത ഇവയ്ക്കിനി സാക്ഷാത്കരിക്കാനായ ഒരാത്മാവും ബാക്കിയില്ല. അതുകൊണ്ടത്രേ ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും എളിയ മനുഷ്യൻ പോലും ഏറ്റവും മഹത്തായ പുസ്തകങ്ങളെക്കാളും എന്നും വിലപ്പെട്ടതായിരിക്കുന്നത്. ഈ കവിത എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. അത് വെളിച്ചം പ്രസരിപ്പിക്കുന്ന മഹത്തായ ഒരു ചൊല്ലാണ്. ഒരു കാര്യത്തിലും സംശയമില്ല. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിദ്യാധനമല്ല, ആ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് പശുധനം പരമപ്രധാനം എന്നാണ്. അതൊരു പതനമാണ്. എന്നാൽ മറ്റൊരു ചൊല്ലുണ്ട്, അധ്വാനധനം പരമപ്രധാനം. അതായത് നമ്മുടെ അറിവുകളെല്ലാം ആവിർഭവിച്ചു വന്ന അറിവിൻ്റെ സ്രോതസ്സായി പരിഗണിക്കേണ്ട,
നിരന്തരമായ ഇടപെടൽ, അധ്വാന പ്രവർത്തനം. ആ അധ്വാന പ്രവർത്തനത്തെയാണ് പുസ്തകങ്ങളും മനുഷ്യരും എന്ന സച്ചിദാനന്ദൻ്റെ കവിത ആഘോഷിക്കുന്നത്. കാരണം അലമാരയിൽ കിടക്കുന്ന പുസ്തകം സത്യത്തിൽ കവിതയിൽ പറഞ്ഞതുപോലെ പച്ചപ്പില്ലാത്ത ഇലകളിൽ അലിവില്ലാത്ത ഇരുമ്പ് കൊണ്ട് എഴുതപ്പെട്ട ജഡവസ്തുക്കളാണ്. അതിനൊരു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ആ പുസ്തകങ്ങൾ വായിക്കപ്പെടണം. പുസ്തക വായന, അക്ഷരവായന, അത് പ്രാഥമിക തലമാണെങ്കിൽ അത് ഒരു വിമാനത്താവളത്തിലുള്ള പറക്കുന്നതിന് മുമ്പുള്ള ഉരുളലാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പരാമർശിച്ച മഹാവായന പറക്കലാണ്. ഉരുളലിൽ നിന്ന് പറക്കലിലേക്ക് ഉയരാൻ ഊർജം നൽകട്ടെ വായനയെക്കുറിച്ചുള്ള അന്വേഷണത്തിലെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.